ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പുതിയ PSC നോട്ടിഫിക്കേഷനുമായിട്ടാണ് അല്ലേ. അതായത് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2026 അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ ITI കഴിഞ്ഞവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഈ 2/9/2026 കഴിയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള 89/2026 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒഴിവുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 3 വേക്കൻസിയാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് വന്നിട്ടുള്ളത് 89/2026 വന്നിട്ടുള്ളത്. അപ്പോൾ ITI പഠിച്ചിറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം 3 വേക്കൻസി എന്ന് പറഞ്ഞിട്ടൊരു ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു ഹൈ വേക്കൻസി ഉള്ള എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വേക്കൻസീസിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാം. എന്നാലും ഇതിനൊരു കൺസെപ്റ്റ് നിങ്ങൾ ഈ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ പോലെയുള്ള എക്സാമുകളുടെ അതായത് നമ്മുടെ ITI ലെവൽ എക്സാംസിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് നോട്ടിഫിക്കേഷൻ അതായത് ഒരു വർഷത്തിൽ ഇറങ്ങുന്ന ഏത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു അതായത് നമുക്കറിയാലോ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഒരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ഒന്നിച്ചാണ് ഇറങ്ങുന്നുണ്ടായിരിക്കും അല്ലേ. നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ ഇതിലിപ്പോൾ 73 മുതൽ എനിക്ക് തോന്നുന്നു ഒരു 128 വരെയുള്ള കാറ്റഗറി നമ്പറിലുള്ള നോട്ടിഫിക്കേഷൻ ഒന്നിച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ ഏത് നോട്ടിഫിക്കേഷൻ നമ്മളൊരു സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ആണ് ഒന്നിച്ചിറങ്ങുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒന്നിച്ചിറങ്ങുന്ന നോട്ടിഫിക്കേഷനിൽ 1, 2 അതിൽ കൂടുതലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കുണ്ട് അല്ലേ. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഇലക്ട്രീഷ്യൻ വേക്കൻസി അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ മാത്രമല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്കില്ലഡ് അസിസ്റ്റൻറ്റ് പോലത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വരുന്ന സ്കില്ലഡ് അസിസ്റ്റൻറ്റ് പോലത്തെ അതുപോലെ നമുക്ക് ട്രേഡ്സ്മാൻ പോലത്തെ ലൈൻമാൻ പോലത്തെ എല്ലാ എക്സാംസും എന്ത് ചെയ്യാണ് ഈ ഒരു റിലേഷൻ അതായത് ഈ ഒരു സിലബസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ITI ആൾക്കാർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന എക്സാംസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏത് എക്സാംസിനും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അല്ലെങ്കിൽ ഏത് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് ഇതിന് കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു വർഷം തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇറങ്ങുന്ന ഒരു കാറ്റഗറി ഓഫ് പോസ്റ്റ് ആണ് നമ്മൾ ITI ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഞാൻ പറഞ്ഞു ഇതേപോലെയുള്ള ഒരുപാട് വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യും. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 3 വേക്കൻസിയാണ് അല്ലെങ്കിൽ വേക്കൻസിയുടെ എണ്ണം കുറവാണ് എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾ നിൽക്കരുത്. നല്ലൊരു സാലറി ബേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. ആ ഒരു 19 to 43,600 വരെ വരുന്ന ഒരു സാലറി ബേസ് ആണ്. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഒരു കോർപ്പറേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ കേട്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഇതേപോലെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇതുപോലുള്ള ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ 1, 2 വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ വരുന്ന വേക്കൻസി നമുക്ക് ഒന്നിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിലായിട്ട് നമുക്ക്, കാരണം ഇതിനൊക്കെ ഒരു കോമൺ എക്സാം ആണ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ലിസ്റ്റുകൾ വരുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ലിസ്റ്റിൽ നമുക്ക് വരുന്ന സമയത്ത് ഒരു ലിസ്റ്റിലായിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് നമ്മളൊരു അഡ്വൈസ് വന്നിട്ട് നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വേക്കൻസിയുടെ എണ്ണം കുറവാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ട് പഠിക്കാതിരിക്കരുത്. അതായത് ഈ ഇലക്ട്രീഷ്യൻ വേക്കൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ITIക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള രീതി തന്നെ നമുക്ക് പറയാം കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി കാരണം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാലോ. നിങ്ങൾ ഓൾറെഡി ആ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പഠിച്ചു വരുന്നതാണ്. ഇപ്പോൾ ITI ഇപ്പോൾ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇനിയും പഠിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തുടർന്ന് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടച്ച് പോവാതെ തന്നെ പഠിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ITI കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ MCQ എക്സാം എഴുതിയിട്ടില്ല. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് അവർക്ക് പരിചയം ഉണ്ടാവില്ല. എന്നാലും MCQ എക്സാം എഴുതിയിട്ട്, കാരണം അവർ ITI കഴിയുമ്പോൾ MCQ എക്സാംസ് ആണ് അവിടെ എഴുതുന്നുണ്ടായിരിക്കുക. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. കാറ്റഗറി നമ്പർ മറക്കരുത്, 089/2026 എന്നാണ് നോട്ടിഫിക്കേഷൻ. അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ആദ്യം തന്നെ കൊടുക്കുക.
വൺ ടൈപ്പ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ ടൈപ്പ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ എന്ത് ചെയ്യുക കൊടുക്കുക കേട്ടോ. 2/9/2026 വരെ നമുക്ക് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട്. 2/9/2026 കേട്ടോ, മറന്നു പോരുത്. അതിന് മുന്നേ തന്നെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലിക്കേഷൻ കൊടുത്തിടണം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ എന്നാണ് പോസ്റ്റിൻ്റെ പേര്. ഞാൻ പറഞ്ഞ പോസ്റ്റിൻ്റെ പേര് എന്നുള്ള ഇലക്ട്രീഷ്യൻ എന്നുള്ള കൺസെപ്റ്റിൽ ഒരുപാട് വേക്കൻസി ഇത് വരാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യൻ വരാറുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലേ. സാലറി അതായത് സ്കെയിൽ ഓഫ് പേ വരുന്നത് എന്താണ് 19 മുതൽ 43,600 വരെയാണ് എന്ത് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് പേ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് വെച്ചിട്ട് തന്നെ ആ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചുള്ള ഒരു അതായത് നമ്മൾ പുതിയ ഒരു PSCയുടെ ട്രെൻഡിങ് പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുകയും ചെയ്യുക കേട്ടോ. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ 2-3 നോട്ടിഫിക്കേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ലിസ്റ്റും കൂടി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ 2 ഇതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ കേരള PSC എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ടാണ് എക്സാം നടത്തുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒരു കോമൺ എക്സാം ആയിട്ട് നടക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ 1-2 പോസ്റ്റും കൂടി വരുമ്പോഴായിരിക്കും ആ ഒരു എക്സാം നമുക്ക് വിളിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ചിലപ്പോൾ ഇത് മാത്രമായിട്ട് എക്സാം നടത്താനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മാറി നിൽക്കരുത്, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യണം ഇതിന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഇതൊക്കെ നമുക്ക് ഇനിയും വരാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ ചാൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇലക്ട്രീഷ്യൻ വേക്കൻസീസ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഓൾറെഡി ലിസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ലിസ്റ്റ് വരാൻ ചാൻസ് ഉള്ളതുണ്ട്. അങ്ങനെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ആയുർവേദ കോളേജ്, അതുപോലെ തന്നെ കേരള പോലീസിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കഴിഞ്ഞ 2024 നല്ലൊരു മാസ് റിക്രൂട്ട്മെന്റ് ആയിട്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന വേക്കൻസി തന്നെ ഒന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. എത്രയോ നല്ല രീതിയിൽ വേക്കൻസീസും നല്ല രീതിയിൽ അഡ്വൈസും പോയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത് കേരള പോലീസ് എന്ന് പറയുന്ന മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊന്നും ഇതാക്കാതെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാണ് ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, അതായത് ഇലക്ട്രീഷ്യൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും പോലീസിൽ കയറാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അതായത് നമ്മളെ ഒരു യൂണിഫോം പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. അതാണ് കേരള പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ്. എക്സാം ആണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കും അല്ലേ. ദെൻ കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വരാറുണ്ട്, ഗ്രൗണ്ട് വാട്ടറിൽ വരാറുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് സർവീസ് 2 രീതിയിലാണ് വരുന്നത് കേട്ടോ. DHS DME എന്നൊക്കെ പറഞ്ഞിട്ട് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഹെൽത്ത് സർവീസിൽ വരാറുണ്ട്. ദെൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വരാറുണ്ട്, സെറാമിക് ലിമിറ്റഡിൽ വരാറുണ്ട് കേട്ടോ. കേരള സെറാമിക് ലിമിറ്റഡിൽ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ. അതേ പറഞ്ഞത് ഒരു വർഷം തന്നെ നോട്ടിഫിക്കേഷൻ. കാരണം ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. ഒരു വർഷം തന്നെ ഇപ്പം എന്താണ് 2, 3, 4 ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമ്പിൾ ആണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. 2025 3 എക്സാം, 2025 മാത്രം 3 എക്സാമാണ് നമുക്ക് എന്ത് ചെയ്തത് IT ലെവൽ ആയിട്ടുള്ള എക്സാംസ് നടന്നത് കേട്ടോ. 3 എക്സാമാണ് നടന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ലെവൽ എത്രത്തോളം ലെവലിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി എത്ര പെട്ടെന്ന് കിട്ടും എന്നുള്ളതിൻ്റെ കൺസെപ്റ്റും കൂടിയാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്നത്, കാരണം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇത് മാത്രമല്ല സിലബസ് എന്നുള്ള, അതായത് നമ്മൾ നോർമലി നമുക്ക് IT ലെവലിൽ സിലബസ് അല്ലാതെ തന്നെ അതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതായത് ഈ ഓപ്പറേറ്റർ എക്സാം എന്ന് പറയും കേട്ടോ. മെക്കാനിക്കലും കൂടി കൂടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളിപ്പോൾ നോർമലി ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു ഓപ്പറേറ്റർ എക്സാമിൻ്റെ അതേപോലെ തന്നെ വരുന്ന കുറച്ച് സിലബസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വരുന്നതാണ് എന്ത് ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോർപ്പറേറ്റീവ് സ്റ്റോർ ഇൻ കേരള എന്ന് പറയുന്നത്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അതേപോലെ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഓപ്പറേറ്റർ വേക്കൻസീസ് എന്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളൊരു IT ലെവൽ സിലബസ് അനുസരിച്ചിട്ടല്ല, അതായത് കേരള PSC ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന IT ലെവൽ സിലബസ് അല്ല ഇതിനകത്ത് വരുന്നുണ്ടാവുക. എന്നാലും IT കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഇതിനകത്തും വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വേക്കൻസീസും നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഇലക്ട്രിക്കൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേക്കൻസി ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി മെക്കാനിക്കൽ ആഡ് ഓൺ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രീഷ്യൻ്റെ ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ടുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു എയർലി ബേഡ് ഓഫർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ
തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ലോഞ്ച് ചെയ്യുന്ന ബാച്ചിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എയർലി ബേഡ് ഓഫർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നല്ല രീതിയിലൊരു ഓഫറും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു അവസരം വിനിയോഗിക്കുക കേട്ടോ. കാരണം നമുക്ക് പറഞ്ഞില്ലേ, അതായത് നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നുള്ള അത്രത്തോളം കോമ്പറ്റീഷൻ കൂടി പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാം എന്ത് ചെയ്യാണ്, ഒരു എക്സാം നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആ എക്സാം നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഐ ടി ഐ കഴിഞ്ഞ് ജസ്റ്റ് റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ റിസൾട്ടൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ റിസൾട്ടൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ എക്സാംസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ, കാരണം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനും എക്സാംസിന് അറ്റൻഡ് ചെയ്യാനും പറ്റും. അല്ല കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാണ്, എക്സാംസിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം നമ്മളിപ്പോൾ അതിൻ്റെ സിലബസ് അനുസരിച്ച് പഠിക്കുക. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കോഴ്സിൻ്റെ ഓഫറും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു സാധാരണ ഓഫേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്. അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് ക്ലിയർ ആയിട്ട് നമുക്കൊരു ആ ഒരു ജോലി ക്രാക്ക് ചെയ്യാം. കാരണം അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്കൊരു ഇലക്ട്രീഷ്യൻ ആവാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലേ, ഒരു കേരള PSCയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക്, അതായത് കേരള ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ജോബിൽ നമുക്കൊരു ഏതെങ്കിലും ജോബ് എന്നല്ല ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രീഷ്യൻ ആയിട്ട് നമുക്ക് കയറാം എന്നുള്ളത് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു.